മറ്റൊരു വാർത്തയിലേക്ക്. പാനൂർ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ നേതാവിനായി തെരച്ചിൽ തുടരുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അമൽ, എന്തൊക്കെയാണ് ഈ പാനൂർ സ്ഫോടനത്തിന്റെ അന്വേഷണം ഊർജിതമാക്കുന്ന വേളയിൽ നൽകാനുള്ള വിവരങ്ങൾ? അജിംഷാദ്, ഈ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും CPM-നെ പ്രതിരോധത്തിലാഴ്ത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ CPM ഉറച്ചു നിൽക്കുന്നത് ഇതിൽ തങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല, ഇതിലെ പ്രതികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യങ്ങളാണ്. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടങ്ങളിലുമായി ലഭിക്കുന്ന വിവരങ്ങൾ CPM-ന് എതിരായിട്ടാണ്. ഇതിലെ മുഖ്യ സൂത്രധാരൻ ഷിജിൽ, ഇദ്ദേഹം DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിജാലാണ് ഈ സ്ഫോടക ശേഖരം ഈ വീട്ടിലേക്ക് എത്തിക്കുകയും ഈ ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഇദ്ദേഹത്തിന് ഒന്നാം പ്രതിയായിട്ടാണ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അമൽ ബാബു, ഇദ്ദേഹവും DYFI യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നവരാണ്. അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത്, വിനോദ് എന്നിവരെ ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 10ഓളം പേർക്ക് അല്ലെങ്കിൽ 10ൽ മുകളിലുള്ളവർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 പേരെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേർ ഈ ഒരു ബോംബ് സ്ഫോടനത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുകയാണ്. അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. 2 പേർ നിലവിൽ ഇപ്പോഴും ഒളിവിലാണ്. ഷിജാൽ, അക്ഷയ് എന്നിവരാണ് ഇപ്പോൾ ഒളിവിലുള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ മരണപ്പെട്ട ഷെറിന്റെ വീട്ടിലേക്ക് ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ പോയിരുന്നു. ഇതും ഈ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ CPM-ന്റെ വിലക്കുണ്ടായിരുന്നു, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളിലേക്കോ അതേസമയം തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കോ ഒരു തരത്തിലുള്ള കോൺടാക്റ്റിലേക്കും പോകാൻ വേണ്ടി പാടില്ല എന്ന് CPM നേതാക്കളുടെ വിലക്കുണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പ്രാദേശിക നേതാക്കൾ ഈ ഷെറിന്റെ വീട്ടിലേക്ക് പോയത്. ഇത് വലിയ രീതിയിലുള്ള ആരോപണം ആണ് ഇപ്പോൾ നിലവിൽ ഉയർത്തുന്നത്. ഈ ഒരു പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPM-ന് വ്യക്തമായ ബന്ധമുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് പ്രാദേശിക നേതാക്കൾ പോയത് എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്നത്, അതായത് തങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ മരണപ്പെട്ടു, അയാളുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് നേതാക്കൾ ഈ വീട് സന്ദർശിച്ചത് എന്ന രീതിയിലാണ് ഇതിനെ CPM നിലവിൽ ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ UDF-ഉം NDA-യും ഇത് വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കി മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വലിയ തിരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുമെന്ന ഭയത്തിന്റെ പേരിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായ ആക്രമണം ഉണ്ടാക്കുവാനുള്ള നീക്കം CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ബോംബ് നിർമ്മാണത്തിലേക്ക് പ്രവർത്തകർ ഏർപ്പെട്ടത് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് CPM-ന് എതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്ത് തന്നെയായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷ. ശരി, അമൽനാഥ് പാടിച്ചാലാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.